ചാനലിലോട്ട് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 2 വേർഡ്സ് ആൻഡ് ഡീഡ്സ് എന്നുള്ള യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് മൂവ് ടു ദി ചാപ്റ്റർ. റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. ദ ബോണ്ട് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആർ വെരി സ്ട്രോങ്. മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്, അതിൻ്റെ ബോണ്ട് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ്. ദേ ആർ സോ കോംപ്ലെക്സ് ദാറ്റ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ അസ് ടു എക്സ്പ്ലെയിൻ. ആ ഒരു ബോണ്ട് എന്ന് പറയുന്നത് ബാക്കിയുള്ളവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കാരണം അത് ഭയങ്കര സങ്കീർണത നിറഞ്ഞതാണ്. വേർഡ്സ് ആൻഡ് ഡീഡ്സ് ഹാവ് എ സൂത്തിങ് എഫക്റ്റ് ആൻഡ് ദേ സിമെൻറ്റ് ദ ബോണ്ട് ഓഫ് റിലേഷൻഷിപ്പ്. വേർഡ്സ് എന്ന് വെച്ചാൽ വാക്കുകൾ, ഡീഡ്സ് എന്ന് വെച്ചാൽ പ്രവൃത്തികൾ. വാക്കുകളും പ്രവൃത്തികളും ഈ ഒരു റിലേഷൻഷിപ്പിനെ ഭയങ്കരമായിട്ട് സൂത്തിങ് ചെയ്യും. സൂത്തിങ് എന്നുള്ള ടേമിൻ്റെ മീനിങ് ആശ്വസിപ്പിക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ വാക്കുകൾ അതേപോലെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് നമ്മളെ റിലേഷൻഷിപ്പിന് ഒരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. ആൻഡ് ദേ സിമെൻറ്റ് ദി ബോൺസ്. അതിലൂടെ ആ ഒരു സൂത്തിങ് എഫക്റ്റിലൂടെ നമ്മളുടെ ആ റിലേഷൻഷിപ്പിൻ്റെ ബോണ്ടിന് ഭയങ്കര ഒരു സിമെൻറ്റ് ചെയ്യണ പോലെ, ഭയങ്കര കെട്ടി ഉറപ്പിക്കുന്ന പോലെയാണ് കേട്ടോ. ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് ദി ഇമ്പാക്റ്റ് ഓഫ് വേർഡ്സ് റീഡ് ഓൺ. അപ്പോൾ ഇവിടെ നമ്മളിനി പഠിക്കാൻ പോകുന്ന സ്റ്റോറി എന്ന് പറയുന്നത് നമ്മളുടെ വാക്കുകളുടെ ഇമ്പാക്റ്റ്, സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു സ്റ്റോറിയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളോട് വായിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ എന്താണെന്ന് നോക്കാം. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ബൈ പ്രഭാത് കുമാർ മുഖോപാധ്യായ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിൽ മെയിലായിട്ടുള്ള ക്യാരക്ടറിൻ്റെ പേര് ഗുപ്ത എന്നാണ്. പിന്നെ ഒരു ഗേൾ ഉണ്ട്, അവളുടെ പേര് മാഗി എന്നാണ്. റിയൽ നെയിം ആലീസ് എന്നാണ്. നോർമലി അവളെ വിളിക്കുന്ന പേര് മാഗി എന്നാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ആളുകളെ ഡിസ്ക്രൈബ് ചെയ്യാം. ഒന്ന് ഗുപ്ത, മറ്റേത് മാഗി. ഓക്കെ, അത് ഞാൻ എന്തിനാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് സ്റ്റോറി വായിക്കുമ്പോൾ മനസ്സിലാവും, കാരണം അവരുടെ പേരൊക്കെ കുറച്ച് താഴേക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ സ്റ്റോറി ഗുപ്ത പറയുന്ന രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിലൊക്കെ ഗുപ്തയാണ് സംസാരിക്കുന്നത്, പിന്നെ മാഗി കയറി വരുന്നു. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദി ചാപ്റ്റർ. ഇറ്റ് വാസ് നിയർലി 1 o'clock ആൻഡ് ഐ വാസ് ഫീലിംഗ് എക്സ്ട്രീംലി ഹംഗ്രി. അപ്പോൾ എന്താ പറയുന്നത്, സമയം 1 മണി ആവാൻ അടുക്കുന്നു. ആൻഡ് ഐ വാസ് ഫീലിംഗ് എക്സ്ട്രീംലി ഹംഗ്രി. എക്സ്ട്രീംലി എന്നുള്ള ടേമിൻ്റെ മീനിങ് വളരെയധികം, എനിക്ക് വളരെയധികം വിശപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഐ മെയ്ഡ് മൈ വേ സ്ലോലി ടു എ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് വിച്ച് വാസ് നോട്ട് ഫാർ ഇൻ സെൻറ്റ് മാർട്ടിൻസ് ലൈൻ. അപ്പോൾ എവിടെയാണ് അദ്ദേഹം പോകാൻ തീരുമാനിക്കുന്നത്? ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോകാൻ തീരുമാനിക്കുകയാണ് കേട്ടോ. അത് വളരെ ദൂരത്തൊന്നല്ല റെസ്റ്റോറൻറ്റ്, കുറച്ച് അടുത്തുള്ള റെസ്റ്റോറൻ്റ് ആണ്. ഇൻ സെൻറ്റ് മാർട്ടിൻസ് ലൈൻ. സെൻറ്റ് മാർട്ടിൻ ലൈൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. ലഞ്ച് ഹവർ ഇൻ ലണ്ടൻ റെസ്റ്റോറൻറ്റ് were നോട്ട് സോ ക്രൗഡഡ് ഇൻ ദോസ് ഡേയ്സ്. അക്കാലത്ത്, അദ്ദേഹം കുറച്ച് മുമ്പത്തെ കാലത്തെയാണ് എക്സ്പ്ലെയിൻ ചെയ്യണത്. അപ്പോൾ അക്കാലത്ത് ലഞ്ചിന് ലണ്ടൻ റെസ്റ്റോറൻറ്റ്സിലൊന്നും അത്ര തിരക്കില്ലാത്ത ടൈമാണ് കേട്ടോ. ക്രൗഡഡ് എന്ന് വെച്ചാൽ ഭയങ്കര ജനക്കൂട്ടമുള്ളതിനാണ് ക്രൗഡഡ് എന്ന് പറയുന്നത്. അപ്പോൾ നോട്ട് സോ ക്രൗഡഡ് എന്ന് വെച്ചാൽ അത്ര തിരക്കൊന്നും ഇല്ലാത്ത ടൈമാണ്. I found not more than 3 or 4 hungry people scattered around the room. ഞാൻ അവിടെ ഒരു 3-4 ആളുകൾ മാത്രം അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നതാണ് കാണുന്നത്. റെസ്റ്റോറൻറ്റത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത്. സ്കാറ്റേർഡ് എന്ന് വെച്ചാൽ ചിന്നിച്ചിതറി കിടക്കുക, അവിടെ ഇവിടെ നിൽക്കുന്നതിനാണ് പറയുന്നത്. I chose a table, seated myself and opened the newspaper. ഞാൻ അതിലൊരു ടാബിൾ സെലക്ട് ചെയ്തു, ഓക്കെ, ചൂസ് ചെയ്തു, അതിൽ നിന്ന് തിരഞ്ഞെടുത്തു. സീറ്റഡ് മൈസെൽഫ് ആൻഡ് ഓപ്പൺ ദി ന്യൂസ് പേപ്പർ. അവിടെ ഇരുന്നിട്ട് ന്യൂസ് പേപ്പർ തുറന്നു. എ വെയിട്രസ് കെയിം അപ്പ് ആൻഡ് വെയിറ്റഡ് പൊളൈറ്റ്ലി ഫോർ മൈ ഓർഡർ. അപ്പോൾ ഒരു വെയിട്രസ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരികയാണ്. അവർ പൊളൈറ്റായിട്ട്, ഭയങ്കര മാന്യമായിട്ട് ഓർഡറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഐ റേസ്ഡ് മൈ ഐസ് ഫ്രം ദി ന്യൂസ് പേപ്പർ, ഗ്ലാൻസ്ഡ് അറ്റ് ദി മെനു ആൻഡ് ടോൾഡ് ഹർ വാട്ട് ഐ റിക്വയർഡ്. ഐ റേസ്ഡ് മൈ ഐസ് ഫ്രം ദി പേപ്പർ. ആ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നിന്ന് എൻ്റെ കണ്ണൊന്ന് എടുത്തിട്ട് അതിൽ നിന്ന് മാറിയിട്ട് അദ്ദേഹം ഗ്ലാൻസ്ഡ് അറ്റ് ദി മെനു ആൻഡ് ടോൾഡ് ഹർ വാട്ട് ഐ റിക്വയർഡ്. ഗ്ലാൻസ്ഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് ഒന്ന് നോക്കി, അതിനാണ് കേട്ടോ ഗ്ലാൻസ്ഡ് എന്ന് പറയാം. അപ്പോൾ മെനുവിലോട്ടൊന്ന് നോക്കി, അതിന് ശേഷം എനിക്ക് എന്താണ് ആവശ്യമുള്ളത് അത് അവളോട് പറഞ്ഞു. താങ്ക് യു സർ, ഷീ സെഡ് ആൻഡ് വെൻറ്റ് ബ്രിസ്ക്ലി ആൻഡ് നോയ്സ്ലെസ്ലി എവേ. താങ്ക് യു സർ എന്ന് പറഞ്ഞിട്ട് അവൾ നടന്നു പോവുകയാണ്. ബ്രിസ്ക്ലി എന്നുള്ള ടേമിൻ്റെ മീനിങ് വേഗത്തിൽ അല്ലെങ്കിൽ കുറച്ച് ഉത്സാഹത്തോടെ ഒക്കെ നടന്നു പോവുകയാണ് കേട്ടോ. ആൻഡ് നോയ്സ്ലെസ്ലി, വിത്തൗട്ട് മേക്കിംഗ് എനി നോയ്സ്, അതിനാണ് നോയ്സ്ലെസ്ലി. Okay, at that moment my attention was drawn to a table not far from
മൈൻ. അപ്പോൾ ആ ഒരു നിമിഷം, ആ ഒരു മൂമെൻ്റ് എന്ന് വെച്ചാൽ നിമിഷം, മൈ അറ്റൻഷൻ വാസ് ഡ്രോൺ ടു എ ടേബിൾ നോട്ട് ഫാർ ഫ്രം മൈ. എൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരത്തിൽ മാത്രം ഉള്ളൊരു ടേബിളിലോട്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പോവാണ്. എ യങ് ഇംഗ്ലീഷ് ഗേൾ വാസ് സിറ്റിംഗ് ദെയർ. ഒരു യങ് ആയിട്ടുള്ള പ്രായം കുറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ഗേൾ ആ ഒരു ടേബിളിൽ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ മാഗി, നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മാഗി. ഓക്കെ, ഷീ ഹാഡ് ബീൻ വാച്ചിങ് മീ വിത്ത് ഇൻട്രസ്റ്റ്, സർപ്രൈസ് ബട്ട് ടേൺഡ് ഹെർ ഐസ് അവേ ആസ് സൂൺ ആസ് ഐ ലുക്ക്ഡ് അറ്റ് ഹെർ. അപ്പോൾ എന്താ പറയുന്നത്, അവൾ എന്നെ ഒരു താല്പര്യത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. ബട്ട് ടേൺഡ് ഹെർ ഐസ് അവേ ആസ് സൂൺ ആസ് ഐ ലുക്ക്ഡ് അറ്റ് ഹെർ. ഞാൻ അവളെ നോക്കിയപ്പോൾ അവൾ മുഖമൊന്ന് മാറ്റി. അതായത് എന്നെ അല്ല നോക്കുന്നത്, നമ്മളുടെ ഗുപ്തനെ അല്ല മാഗി നോക്കുന്നത് എന്നുള്ള രീതിയിൽ മാഗി ശ്രദ്ധ വേറെ കൊണ്ടുപോവാണ് കേട്ടോ. ദ ഗേൾ വാസ് 13 or 14 years ഓൾഡ്. ആ ഒരു പെൺകുട്ടിക്ക് 13-14 വയസ്സൊക്കെ കാണുള്ളൂ. ഹെർ ക്ലോത്ത്സ് ബിട്രൈഡ് ഹെർ പോവർട്ടി. ഹെർ ക്ലോത്ത്സ്, അവളുടെ വസ്ത്രങ്ങൾ, ബിട്രൈഡ് എന്ന് വെച്ചാൽ ഡിസ്ക്ലോസ്ഡ് എന്നാണ് ഇവിടെ മീനിങ് വരുന്നത്, കാണിച്ചു. ഹെർ പോവർട്ടി, അവളുടെ ദാരിദ്ര്യം അവളുടെ വസ്ത്രധാരണയിൽ കാണിക്കുന്നുണ്ട്. ഹെർ ഹെയർ ഹാങ് ഇൻ എ ഹെവി സ്ട്രീം ഡൗൺ ഹെർ ബാക്ക്. അവളുടെ മുടിയോ, ഹാങ് എന്ന് വെച്ചാൽ ഇങ്ങനെ തൂക്കിയിട്ട പോലെയാണ്, ഹെവി സ്ട്രീം എന്ന് വെച്ചാൽ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കിടക്കുന്നതിനാട്ടോ പറയുന്നത്. ഡൗൺ ഹെർ ബാക്ക്, അവളുടെ ബാക്കിൽ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഹെർ ഐസ് വേർ ലാർജ്, അവളുടെ കണ്ണുകൾ ഭയങ്കര വലുതായിരുന്നു. ദേ ഹാഡ് എ സാഡ് എക്സ്പ്രഷൻ, അവളുടെ കണ്ണുകൾക്കൊരു സാഡായിട്ടുള്ള ഭയങ്കര വിഷമത്തിലുള്ളൊരു എക്സ്പ്രഷനാണ് അവളുടെ കണ്ണുകൾ കാണിക്കുന്നത്. ഐ വാച്ച്ഡ് ഹെർ വെൻ ഷീ വാസ് നോട്ട് ലുക്കിംഗ് സോ ദാറ്റ് ഷീ കുഡ് നോട്ട് നോട്ടീസ്. അവൾ എന്നെ നോക്കാത്തപ്പോൾ, അതായത് മാഗി ഗുപ്തനെ നോക്കാത്തപ്പോൾ ഗുപ്ത മാഗിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ നോട്ടീസ് ചെയ്യാത്ത രീതിയിൽ മാഗിനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗുപ്ത. മൈ ലഞ്ച് വാസ് സെർവ്ഡ് ആസ് ഷീ വാസ് ഫിനിഷിങ് ഹേഴ്സ്. എൻ്റെ ലഞ്ച് കൊണ്ടുവരുന്നത്, സെർവ് എന്ന് വെച്ചാൽ എനിക്ക് സെർവ് ചെയ്യുന്നത്, എനിക്ക് കൊണ്ടുവരുന്നത്, ആസ് ഷീ വാസ് ഫിനിഷിങ് ഹെർ, അവൾ അവളുടെ ഭക്ഷണം തീർത്ത് കഴിയുന്ന ആ ടൈമിലാണ് എനിക്ക് എൻ്റെ ഫുഡ് വരുന്നതെന്നാണ് പറയുന്നത്. ദ വെയിട്രസ് ബ്രോട്ട് ഹെർ ദ ബിൽ. വെയിട്രസ് അവൾക്ക് മാഗിക്ക് അവളുടെ ബില്ല് കൊടുക്കുകയാണ്. ബിൽസ് ആർ പെയ്ഡ് അറ്റ് ദി ഡെസ്ക് ആസ് വൺസ് ഗോസ് ഔട്ട്. നമ്മൾ പുറത്ത് പോകുന്ന വഴീൻ്റെ അടുത്ത് ബില്ല് പേ ചെയ്യാനുള്ള സ്ഥലം എന്ന് പറയുന്നത് കടൻ്റെ മുൻ സൈഡിലാണ്, നമ്മൾ ഇറങ്ങി പോകുന്നതിൻ്റെ അവിടെയാണ് എന്ന് പറയുന്നത് കേട്ടോ. ദ ഡെസ്ക് ഈസ് നിയർ ദി ഡോർ. ആ ഡോറിൻ്റെ അടുത്താണ് ബില്ലിൻ്റെ ഡെസ്ക് എന്ന് പറയുന്നത്. ദ ഗേൾ സ്റ്റുഡ് അപ്പ്. ആ ഗേൾ ആ സീറ്റിൽ നിന്ന് എണീക്കുകയാണ് ബില്ലടക്കാൻ വേണ്ടിയിട്ട്. മൈ ഐസ് ഫോളോഡ് ഹെർ. എൻ്റെ കണ്ണുകൾ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവളെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ആസ് ഷീ പെയ്ഡ് ഹെർ ബിൽ. അവളുടെ ബില്ല് അവൾ അടക്കുന്ന ആ ടൈമിൽ ഷീ ആസ്ക്ഡ് ദ ക്യാഷ്യർ ഇൻ എ ലോ വോയിസ്. അവൾ ആ ക്യാഷ്യറിനോട് ഒരു ചെറിയ ശബ്ദത്തിൽ ചോദിക്കുകയാണ്, പ്ലീസ് മിസ് ക്യാൻ യു ടെൽ മീ ഇഫ് ദാറ്റ് ജെൻറ്റിൽമാൻ ഈസ് എൻ ഇന്ത്യൻ. പ്ലീസ് മിസ് ക്യാൻ യു ടെൽ മീ, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ ആ ജെൻറ്റിൽമാൻ ഒരു ഇന്ത്യൻ ആണോ എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ. ഈ ജെൻറ്റിൽമാൻ ആര് പറയണത്, ഗുപ്തനെ കുറിച്ചാട്ടോ പറയുന്നത്. അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണോ എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ആ ക്യാഷ്യറിനോട് ചോദിക്കുകയാണ് കേട്ടോ മാഗി. ഐ തിങ്ക് സോ ദ ക്യാഷ്യർ ആൻസേർഡ്. അപ്പോൾ ക്യാഷ്യർ പറയാണ് എനിക്ക് തോന്നുന്നു എന്നുള്ള മറുപടിയാണ് കേട്ടോ കൊടുക്കുന്നത്. ഡസ് ഹി കം ഹിയർ ഓൾ ദി ടൈം. അദ്ദേഹം ഇവിടെ എപ്പോഴും വരാറുണ്ടോ. പെർഹാപ്സ് നോട്ട്. ഐ ഡു നോട്ട് റീകോൾ ഹാവിങ് സീൻ ഹിം ബിഫോർ. അപ്പോൾ പറയാണ് ഇല്ല, ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. റീകോൾ എന്ന് വെച്ചാൽ ഓർക്കുന്നില്ല. ഓക്കെ, ഞാൻ മുമ്പേ കണ്ടതായിട്ട് ഓർക്കുന്നില്ല എന്ന് ക്യാഷ്യർ പറയണം. താങ്ക് യു സെഡ് ദ ഗേൾ ആൻഡ് ലുക്ക്ഡ് അറ്റ് മീ വൺസ് മോർ വിത്ത് എ സ്റ്റാർട്ടിൽഡ് എയർ ആൻഡ് വെന്റ് ഔട്ട്. അപ്പോൾ മാഗി ക്യാഷ്യറിനോട് പറയാണ് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ലുക്ക്ഡ് അറ്റ് മീ വൺസ് മോർ വിത്ത് എ സ്റ്റാർട്ടിൽഡ് എയർ ആൻഡ് വെന്റ് ഔട്ട്. അവൾ മാഗി ഒന്നും കൂടി എന്നെ നോക്കുകയാണ്, ഗുപ്തനെ നോക്കുകയാണ്. വിത്ത് എ സ്റ്റാർട്ടിൽഡ് എയർ. സ്റ്റാർട്ടിൽഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് സംതിങ് ദാറ്റ് ഹാസ് ജസ്റ്റ് ബീൻ സർപ്രൈസ്ഡ്. ഒരു സർപ്രൈസ് പോലെ വീണ്ടും അദ്ദേഹത്തെ നോക്കുകയാണ്. ആൻഡ് വെന്റ് ഔട്ട്, എന്നിട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അറിയാത്തൊരു വ്യക്തി നമ്മളെ അങ്ങനെ ഒരു പെട്ടെന്ന് എന്തോ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ ഗുപ്ത എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് സർപ്രൈസ്ഡ് മീ. അപ്പോൾ ആ ഒരു നോട്ടം എന്നെ സർപ്രൈസ് ആക്കി എന്ന് ഗുപ്ത പറയാണ്. വൈ, എന്തുകൊണ്ട്, വാട്ട് വാസ് ദി മാറ്റർ, എന്തിനാണ് അവളിങ്ങനെ നോക്കുന്നത്, എന്താണ് കാര്യം എന്ന് അദ്ദേഹം ഉള്ളിലിങ്ങനെ ചിന്തിക്കുകയാണ്. ഹെർ ഇൻട്രസ്റ്റ് ഇൻ മീ അറോസ്ഡ് മൈ ഇൻട്രസ്റ്റ് ഇൻ ഹെർ. അവൾക്ക് എന്നോടുള്ള ആ താല്പര്യം എന്നിലും അവളോട് ഒരു താല്പര്യം ഉണ്ടാക്കി. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നെക്കുറിച്ച് അറിയാനുള്ള അവളുടെ ഒരു ആ താല്പര്യം, ഞാൻ ആരാണെന്നുള്ള ചോദിക്കുന്നത് കേട്ടു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു താല്പര്യം എനിക്ക് അവളെക്കുറിച്ച് അറിയാനും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അറോസ്ഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് ഉണർത്തി എന്നാണ് കേട്ടോ. When I had finished my lunch, I asked the waitress, "Do you know the girl who was sitting over there?"
ഗുപ്ത അദ്ദേഹത്തിൻ്റെ ലഞ്ച് കഴിച്ചതിന് ശേഷം ആ വെയിട്രസിനോട് ചോദിക്കുകയാണ്, ഡു യു നോ ദ ഗേൾ ഹു വാസ് സിറ്റിംഗ് ഓവർ ദെയർ? അവിടെ ഇരിക്കുന്ന ആ പെൺകുട്ടിയെ നിനക്ക് അറിയുമോ എന്ന്. നോ സർ, ഐ ഡു നോട്ട് നോ ഹെർ ടു സ്പീക്ക് ഓഫ്. ഐ ഹാവ് നോട്ടീസ്ഡ് ഷീ ഹാസ് ലഞ്ച് ഹിയർ ഓൺ സാറ്റർഡേയ്സ്. അപ്പോൾ ആ വെയിട്രസ് പറയണം, നോ സർ, എനിക്കറിയില്ല അവളെക്കുറിച്ച്. ടു സ്പീക്ക് ഓഫ് എന്നുള്ള ടേം ഉദ്ദേശിക്കുന്നത് ടു മെൻഷൻ എന്നാണ്. അപ്പോൾ പറയാൻ മാത്രം എനിക്കറിയില്ല. ഐ ഹാവ് നോട്ടീസ്ഡ് ഷീ ഹാസ് ലഞ്ച് ഹിയർ ഓൺ സാറ്റർഡേയ്സ്. സാറ്റർഡേയ്സിൽ അവൾ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട്, അത് ഞാൻ കാണാറുണ്ടെന്ന് ആ വെയിട്രസ് പറയണം. ഡസൻ ഷീ കം ഓൺ എനി അതർ ഡേ? വേറെ ദിവസങ്ങളിലൊന്നും അവൾ വരാറില്ലേ എന്ന് ഗുപ്ത ചോദിക്കുകയാണ് കേട്ടോ. ഐ നെവർ സീ ഹെർ ഓൺ അതർ ഡേയ്സ്. വേറെ ദിവസങ്ങളിലൊന്നും ഞാൻ അവളെ കണ്ടിട്ടില്ല. ഹാവ് യു എനി ഐഡിയ ഹൂ ഷീ ഈസ്? അവൾ ആരാണ് എന്നൊരു ഐഡിയ നിനക്കുണ്ടോ എന്ന് വെയിട്രസിനോട് ചോദിക്കുകയാണ് കേട്ടോ. പെർഹാപ്സ് ഷീ വർക്ക്സ് ഇൻ എ നിയർ ബൈ ഷോപ്പ്. ചിലപ്പോൾ അവൾ ഈ അടുത്തുള്ള ഏതെങ്കിലും ഷോപ്പിൽ വർക്ക് ചെയ്യുന്നവളായിരിക്കാം എന്ന് വെയിട്രസ് പറയാണ്. ഹൗ ഡു യു നോ? നിനക്ക് എങ്ങനെ അറിയാം? സാറ്റർഡേ ഈസ് എ പേ ഡേ. ദാറ്റ് ഈസ് വെൻ ഷീ കംസ്. On other days, she might not be able to afford lunch. Perhaps she does not earn very much. അപ്പോൾ എന്താണ് വെയിട്രസ് കൊടുക്കുന്ന മറുപടി? സാറ്റർഡേ എന്ന് പറയുന്നത് പേ ഡേ ആണ്, അതായത് അവർക്ക് ശമ്പളമൊക്കെ കിട്ടുന്ന ദിവസമാണ്, വീക്കിൽ ശമ്പളം കിട്ടുന്ന ഒരു ഡേ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് വെൻ ഷീ കംസ്. ആ ദിവസങ്ങളിലാണ് അവൾ വരാറ്. ഓൺ അതർ ഡേയ്സ് ഷീ മേ നോട്ട് ബി ഏബിൾ ടു അഫോർഡ് ലഞ്ച്. ബാക്കിയുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ അവൾക്ക് ലഞ്ചിനുള്ള ക്യാഷ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പെർഹാപ്സ് ഷീ ഡസ് നോട്ട് ഏൺ വെരി മച്ച്. ഒരുപക്ഷെ അവൾ വല്ലാതൊന്നും ഏൺ ചെയ്യുന്നുണ്ടാവില്ല എന്നുള്ളത് വെയിട്രസ് പറയാണ് കേട്ടോ. ഐ വാസ് മൂവ്ഡ് ബൈ വാട്ട് ഷീ സെഡ്. ഐ വാസ് മൂവ്ഡ് ബൈ എന്നുള്ള ടേം ഉദ്ദേശിക്കുന്നത് എഫക്റ്റഡ് വിത്ത് ഇമോഷൻ ഓർ പാഷൻ ടച്ച്ഡ്. ഒരു അവൾ പറഞ്ഞ കാര്യം എന്നെ ടച്ച് ചെയ്ത ഫീലിംഗ് ആണ് അദ്ദേഹത്തിന് തോന്നുന്നത്, ഗുപ്തക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അവൾ ഏൺ ചെയ്യുന്നില്ല എന്നുള്ള ആ രീതി അദ്ദേഹത്തെ ഇമോഷണലി ടച്ച് ചെയ്യാണ്. ദ ക്യൂരിയോസിറ്റി ഐ ഫെൽറ്റ് അബൌട്ട് ദി ഗേൾ പെർസിസ്റ്റഡ്. അപ്പോൾ ആ ഗേളിനെ കുറിച്ച് അറിയാനുള്ള ക്യൂരിയോസിറ്റി, ആകാംക്ഷ, പെർസിസ്റ്റഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് നിലനിന്നു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അവളെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം നിലനിന്നു. ഹു വാസ് ദി ചൈൽഡ്? ആ കുട്ടി ആരാണ്? വൈ ഹാഡ് ഷീ ഇൻക്വയർഡ് അബൌട്ട് മീ? അവൾ എന്തിനാണ് എന്നെക്കുറിച്ച് അന്വേഷിച്ചത്? ഇൻക്വയർ എന്ന് വെച്ചാൽ അന്വേഷണം എന്നാണ് കേട്ടോ. വാസ് സം മിസ്റ്ററി ദ കോസ് ഓഫ് ഹെർ ഇൻട്രസ്റ്റ്? അവളുടെ താല്പര്യത്തിന് എന്തെങ്കിലും മിസ്റ്ററി ഉണ്ടോ? മിസ്റ്ററി മീൻസ് രഹസ്യം, എന്തെങ്കിലും രഹസ്യം ഉണ്ടോ? മാഗിക്ക് ഗുപ്തനോടുള്ള ആ ഇൻട്രസ്റ്റിൽ എന്തെങ്കിലും രഹസ്യമുണ്ടോ എന്നുള്ള തിങ്കിങ്ങിലാണ് ഗുപ്ത ഇരിക്കുന്നത്. ഹെർ പ്രോവർട്ടി സ്ട്രൈക്കൺ സാഡ് ആൻഡ് ആങ്ഷ്യസ് ഫിഗർ ടുക്ക് പൊസഷൻ ഓഫ് മൈ തോട്ട്സ്. അവളുടെ ദാരിദ്ര്യം, അവളുടെ സാഡ്നെസ്, അവളുടെ വിഷമം, ആൻഡ് ആങ്ഷ്യസ് ഫിഗർ. ആങ്ഷ്യസ് എന്നുള്ള ടേമിൻ്റെ മീനിങ് അവളുടെ ഉത്കണ്ഠ. ഫിഗർ ടുക്ക് പൊസഷൻ ഓഫ് മൈ തോട്ട്സ്, എൻ്റെ ചിന്തകളിലൊക്കെ അതുകളായിരുന്നു. പൊസഷൻ എന്നുള്ള ടേം ഉദ്ദേശിക്കുന്നത് കൈവശപ്പെടുത്തുക എന്നാണ്. അതായത് ആ ചിന്തകൾ മൊത്തം അവളെക്കുറിച്ചായിരുന്നു, അവളുടെ ദാരിദ്ര്യത്തെക്കുറിച്ച്, അവളുടെ സാഡ് ഫേസിനെ കുറിച്ചൊക്കെയുള്ള ചിന്തകളിലാണ് ഗുപ്ത ഉള്ളത്. ഓൺ സൺഡേസ് ഓൾ ലണ്ടൻ ഷോപ്സ് ആർ ക്ലോസ്ഡ്. എല്ലാ സൺഡേസും, ഞായറാഴ്ചകളിൽ ലണ്ടനിലുള്ള എല്ലാ ഷോപ്പുകളും ക്ലോസ്ഡ് ആണ്. സോ ഐ സെറ്റ് ഔട്ട് ടു ലുക്ക് ഫോർ ഹെർ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഓൺ മൺഡേ മോർണിംഗ്. അപ്പോൾ മൺഡേ മോർണിംഗിൽ അവളെ നോക്കാൻ വേണ്ടിയിട്ട്, ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം അവളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സെറ്റ് ഔട്ട് എന്ന് വെച്ചാൽ ഞാൻ പുറപ്പെട്ടു എന്നൊക്കെ മീനിങ് വരുന്നത്. I looked into the shops on the street near St. Martin's Lane and especially the shops on the Strand, but I found no trace of the girl. അപ്പോൾ എന്താ പറയുന്നത്? I looked into the shops on the street near St. Martin's Lane. അപ്പോൾ സെൻറ്റ് മാർട്ടിൻസ് ലെയിനിൽ വരുന്ന ഷോപ്പുകളൊക്കെ, ആ സ്ട്രീറ്റിൽ വരുന്ന ഷോപ്പുകളൊക്കെ ഞാൻ നോക്കാൻ തുടങ്ങി. സ്ട്രാൻഡ് എന്നുള്ളത് ലണ്ടനിലുള്ളൊരു സ്ട്രീറ്റാണ് കേട്ടോ, ഫേമസ് ആയിട്ടുള്ളൊരു സ്ട്രീറ്റാണ്. അപ്പോൾ അവിടെയുള്ള ഷോപ്പുകളിലും അവളെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. ബട്ട് ഐ ഫൗണ്ട് നോ ട്രേസ് ഓഫ് ദി ഗേൾ. അവളെക്കുറിച്ചൊരു അടയാളം പോലും എനിക്ക് കിട്ടിയില്ല, ഒരു ഇൻഫർമേഷനും കിട്ടിയില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദ വീക്ക് പാസ്റ്റ്. ആ ആഴ്ച കടന്നുപോയി. സാറ്റർഡേ കെയിം അഗെയിൻ. വീണ്ടും സാറ്റർഡേ ആയി. I presented myself at the vegetarian restaurant once more. വീണ്ടും ഗുപ്ത വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. ആസ് ഐ എൻറ്റേർഡ് ഐ സോ ഹെർ സിറ്റിംഗ് അറ്റ് ദി സെയിം ടേബിൾ ആസ് ബിഫോർ. ഞാൻ അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഞാൻ അവളെ കാണുകയാണ്, വീണ്ടും മാഗിയെ കാണുകയാണ്. ആ സെയിം ടേബിളിലാണ് മാഗി ഇരിക്കുന്നത്. ഷീ വാസ് ഈറ്റിംഗ്. അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ വോക്ക്ഡ് അപ്പ് ആൻഡ് ടുക്ക് ദ ചെയർ ഓപ്പോസിറ്റ് ഹേർ സേയിങ് ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ അവളുടെ അടുത്തേക്ക് പോയിട്ട് ടുക്ക് ദ ചെയർ ഓപ്പോസിറ്റ് ഹേർ, അവളുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ചെയറിൽ ഇരിക്കുകയാണ്. എന്നിട്ട് മാഗിയോട് ഗുഡ് ആഫ്റ്റർനൂൺ പറയാണ് കേട്ടോ. ഗുഡ് ആഫ്റ്റർനൂൺ സർ, ഷീ റെസ്പോണ്ടഡ് ഹെസിറ്റൻ്റ്ലി.
ഒരു മടി കൂടിയിട്ടാണ് അവൾ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നത്. ബൈ മേക്കിംഗ് വൺ ബ്രീഫ് റിമാർക്ക് ആഫ്റ്റർ അനദർ ഐ വാസ് ഏബിൾ സ്ലോലി ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ. അപ്പോൾ എന്താ പറയുന്നത്, ഒരു ബ്രീഫ് റിമാർക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു അഭിപ്രായങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സൂചനകൾ വെച്ചിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ട് അദ്ദേഹം സ്ലോലി മെല്ലെ മെല്ലെ ഒരു കോൺവെർസേഷനിലോട്ട് പോവാണ് കേട്ടോ. അവളുമായിട്ടൊരു സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. അറ്റ് ലാസ്റ്റ് ഷീ ആസ്ഡ്, അവൾ അതിൻ്റെ ലാസ്റ്റ് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, തിരിച്ചൊരു ചോദ്യം അവൾ ചോദിക്കുകയാണ്. ആർ യു ആൻ ഇന്ത്യൻ, നിങ്ങളൊരു ഇന്ത്യക്കാരനാണോ? യെസ് എന്ന് ഗുപ്ത മറുപടി കൊടുക്കുകയാണ് കേട്ടോ. എക്സ്ക്യൂസ് മീ ആർ യു എ വെജിറ്റേറിയൻ, അപ്പോൾ അവൾ വീണ്ടും തിരിച്ചു ചോദിക്കുകയാണ്, എക്സ്ക്യൂസ് മീ നിങ്ങളൊരു വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിക്കുകയാണ്. വൈ ഡു യു ആസ് ദാറ്റ്, നീ എന്തുകൊണ്ട് അത് അങ്ങനെ ചോദിച്ചു? ഓക്കെ, ഒരു ഇന്ത്യക്കാരനാണ് ചോദിക്കുന്നത്, ഓക്കെ, എന്തുകൊണ്ട് ഒരു വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിച്ചു. ഐ ഹാവ് ഹിയർഡ് ദാറ്റ് മോസ്റ്റ് ഇന്ത്യൻസ് ആർ വെജിറ്റേറിയൻസ്, അധികവും എല്ലാ ഇന്ത്യക്കാരും വെജിറ്റേറിയൻസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അവൾ മറുപടി കൊടുക്കുകയാണ്. ഹൗ ഇസ് ദാറ്റ് യു നോ എനിത്തിങ് അബൌട്ട് ഇന്ത്യ, ഗുപ്ത മാഗിയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെ ഇന്ത്യനെക്കുറിച്ച് അറിയാം എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. മൈ എൽഡർ ബ്രദർ ഈസ് ഇൻ ഇന്ത്യ, ഹീ ഈസ് എ സോൾജിയർ, എൻ്റെ എൽഡർ ബ്രദർ ഇന്ത്യയിലാണെന്ന് മാഗി പറയാണ്. ഹിസ് എ സോൾജിയർ, അദ്ദേഹം ഒരു പട്ടാളക്കാരനാണ്. ഐ എം നോട്ട് മച്ച് ഓഫ് വെജിറ്റേറിയൻ, ഐ ആൻസേർഡ് ഹെർ ക്വസ്റ്റ്യൻ. അപ്പോൾ ഗുപ്ത ആൻസർ കൊടുക്കുകയാണ്, ഞാൻ അങ്ങനെ ഭയങ്കര വെജിറ്റേറിയൻ ഒന്നല്ല, ബട്ട് ഐ എൻജോയ് എ വെജിറ്റേറിയൻ മീൽ നൗ ആൻഡ് ദെൻ, അപ്പോഴും ഇപ്പോഴും ഒക്കെ ഒരു വെജിറ്റേറിയൻ മീൽ ഞാൻ ആഗ്രഹിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാനത് എൻജോയ് ചെയ്യാറുണ്ട്. ദ ഗേൾ സീംഡ് ഡിസപ്പോയിൻറ്റഡ്. ഈ മറുപടി കേട്ടപ്പോൾ നമ്മളെ മാഗിക്കൊരു ഡിസപ്പോയിൻമെൻറ്റ് ഫീൽ ചെയ്യണം, ഒരു നിരാശ ഫീൽ ചെയ്യാണ്. ഐ ലേൺഡ് ദാറ്റ് ഹെർ ഓൺലി ഗാർഡിയൻ വാസ് ദിസ് എൽഡർ ബ്രദർ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഒരു കാര്യം മനസ്സിലാക്കുകയാണ് ഗുപ്ത, അവളുടെ ഈ എൽഡർ ബ്രദറാണ് അവൾക്ക് ആകെയുള്ളൊരു ഗാർഡിയൻ. ഷീ ലീവ്ഡ് വിത്ത് ഹെർ ഓൾഡ് വിഡോ മദർ, അവളുടെ ഓൾഡ് ഭയങ്കര പ്രായമേറിയിട്ടുള്ളൊരു വിഡോ മദറിൻ്റെ കൂടെയാണ് അവൾ താമസിക്കുന്നത്. വിഡോ എന്ന് വെച്ചാൽ അവളുടെ അമ്മ വിധവയാണ്. ഓക്കെ, കുറച്ച് പ്രായമുള്ളൊരു വിധവയായിട്ടുള്ള സ്ത്രീയാണ് അവളുടെ അമ്മ. അവളുടെ കൂടെയാണ് മാഗി താമസിക്കുന്നതെന്ന് ഗുപ്ത മനസ്സിലാക്കണം കേട്ടോ. ഡു യു ഹിയർ ഫ്രം യുവർ ബ്രദർ, നിൻ്റെ ബ്രദറിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ബ്രദർ വിളിക്കാറുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഗുപ്ത ചോദിക്കുകയാണ്, ബ്രദറുമായിട്ട് കോൺടാക്റ്റ് ഇല്ലേ എന്നുള്ള രീതിയിൽ ഗുപ്ത ചോദിക്കുകയാണ്. വി ഹാവ് നോട്ട് ഹാഡ് എ ലെറ്റർ ഫ്രം ഹിം ഫോർ എ ലോങ് ടൈം, കുറേ നാളായിട്ട് ബ്രദറിൻ്റെ ഒരു ലെറ്ററും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. മൈ മദർ ഈസ് വെരി വെറീഡ്, അമ്മ ഭയങ്കര വെറീഡാണ്, ഭയങ്കര വിഷമത്തിലാണ് അത് ആലോചിച്ചിട്ട്. പീപ്പിൾ ടെൽ ഹർ ദാറ്റ് ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ടൈഗേഴ്സ് ആൻഡ് സ്നേക്ക് ആൻഡ് ഫീവേഴ്സ്, ആളുകൾ അവളോട് പറയാറുണ്ട് ഇന്ത്യയിൽ ഫുള്ള് ടൈഗേഴ്സും സ്നേക്കും പാമ്പുകളും അതുപോലെ തന്നെ ഫീവേഴ്സ് പല രീതിയിലുള്ള പനികളുമാണ്. ഷീ ഈസ് അഫ്രെയ്ഡ് സംതിങ് ഹാസ് ഹാപ്പൻഡ് ടു ഹിം, അവന് അതായത് അവളുടെ ബ്രദർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു പേടി അമ്മക്കുണ്ട് എന്ന് പറയാണ്. ഇസ് ഇറ്റ് ട്രൂ സർ ദാറ്റ് ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ടൈഗേഴ്സ് ആൻഡ് സ്നേക്ക് ആൻഡ് ഫീവേഴ്സ്. അപ്പോൾ അവൾ ഗുപ്തനോട് ചോദിക്കുകയാണ്, മാഗി ഗുപ്തനോട് ചോദിക്കുകയാണ്, ഇന്ത്യയിൽ ഫുള്ള് ടൈഗേഴ്സും സ്നേക്കും ഫീവേഴ്സും ആണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. നോ, ഐ സ്മൈൽഡ്, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല. ഹൗ കുഡ് പീപ്പിൾ ലീവ് ദർ ഇഫ് ഇറ്റ് വർ, എങ്ങനെ ആളുകൾക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടൈഗറും സ്നേക്സും പനികളൊക്കെ ഉള്ളൊരു നാട്ടിൽ എങ്ങനെ ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റുമെന്ന് അവളോട് ചോദിക്കുകയാണ്. ദ ഗേൾ സൈഡ് സോഫ്റ്റ്ലി, സൈഡ് സോഫ്റ്റ്ലി എന്ന് വെച്ചാൽ സൈഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് നെടുവീർപ്പിടുക, സോഫ്റ്റായിട്ട് അവൾ ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ. മദർ സേസ് ഷീ കുഡ് ലൈക്ക് ടു ആസ്ക് ആൻ ഇന്ത്യൻ അബൌട്ട് ദീസ് തിങ്സ് ഇഫ് ഷീ ക്യാൻ ഫൈൻഡ് ആൻ ഇന്ത്യൻ. ദ ഗേൾ ലുക്ക്ഡ് അറ്റ് മീ വിത്ത് ഐസ് ഫുൾ ഓഫ് എൻട്രീറ്റി. അപ്പോൾ അവൾ പറയാണ്, ഗുപ്തനോട് പറയാണ്, എൻ്റെ അമ്മ ഇത് ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരനെ കാണുമ്പോൾ ഇതൊക്കെ ചോദിക്കണം എന്ന് എൻ്റെ അമ്മ പറയാറുണ്ട് എന്ന് പറഞ്ഞു. ദ ഗേൾ ലുക്ക്ഡ് അറ്റ് മീ വിത്ത് ഐസ് ഫുൾ ഓഫ് എൻട്രീറ്റി. എൻട്രീറ്റി എന്നുള്ള ടേം ഉദ്ദേശിക്കുന്നത് അപേക്ഷ, ഒരു അപേക്ഷ പോലെ ആ കുട്ടി ചോദിക്കുകയാണ്, ലൈക്ക് എൻ്റെ അമ്മക്ക് കാണണം, ഇങ്ങനെ ചോദിക്കണം എന്നുള്ള രീതിയിലൊക്കെ ഉള്ളൊരു ഒരു മുഖഭാവത്തിലാണ് അവൾ ഇരിക്കുന്നത് ഗുപ്തനോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട്. അവൾ ചോദിക്കുന്നില്ല, ബട്ട് ഷീസ് ലൈക്ക് ചോദിക്കാതെ ചോദിക്കുന്നു, നിങ്ങൾ എൻ്റെ വീട്ടിലോട്ട് വരുമോ, അമ്മേനെ കാണുമോ എന്നുള്ള രീതിയിൽ ചോദിക്കാതെ ചോദിക്കുകയാണ് കേട്ടോ ഇവിടെ. ഐ അണ്ടർസ്റ്റുഡ് ഹൗ ഷീ ഫെൽറ്റ്, അവൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഷീ വോണ്ടഡ് മീ ടു സീ ഹർ മദർ, അവൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവളുടെ അമ്മയെ ഞാൻ കാണണം. ബട്ട് ഷീ ഡിഡ് നോട്ട് ഹാവ് ദി കറേജ് ടു ആസ്ക് മീ ടു അക്കമ്പനി ഹെർ ഹോം. പക്ഷെ അവൾക്ക് ഒരു ധൈര്യമില്ല, കറേജ് എന്ന് വെച്ചാൽ ധൈര്യമില്ല, ടു ആസ്ക് മീ എന്നോട് ചോദിക്കാൻ, എന്ത് ചോദിക്കാൻ, ടു അക്കമ്പനി ഹെർ ഹോം, അവളുടെ വീട്ടിലോട്ട് അവളെ
അവളുടെ കൂടെ ചെല്ലാൻ വേണ്ടിയിട്ട്. അക്കമ്പനി എന്ന് വെച്ചാൽ അവളുടെ കൂടെ ചെല്ലാൻ വേണ്ടിയിട്ട്. എ നീ ഡിസൈഡ് ടു മീറ്റ് ദിസ് പുവർ ആൻഷ്യസ് മദർ ടുക്ക് ഹോൾഡ് ഓഫ് മീ. എൻ്റെ മനസ്സിലും അത് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഗുപ്തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയാട്ടോ. അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ഒരാഗ്രഹം വരികയാണ്. അവളുടെ ഈ പുവറായിട്ടുള്ള ഭയങ്കര ഉത്കണ്ഠയുള്ള ഈ അമ്മനെ കാണാൻ വേണ്ടിയിട്ടൊരു ആഗ്രഹം വരികയാണ്. ഐ ഹാഡ് നോട്ട് ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ടു വിസിറ്റ് ആൻ ഇംപവറിഷ്ഡ് ഇംഗ്ലീഷ് ഹോം. അപ്പോൾ അദ്ദേഹം എന്തൊക്കെ മനസ്സിൽ ചിന്തിക്കുന്ന കേട്ടോ, എനിക്ക് ഇതുവരെ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. ഒരു ഇംപവറിഷ്ഡ് എന്ന് വെച്ചാൽ ഒരു ദാരിദ്ര്യം പിടിച്ചൊരു ഇംഗ്ലീഷ് ഹോം കാണാൻ വേണ്ടിയിട്ട്, അതെങ്ങനെയാണ്, അവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഇവളുടെ മദറിനെ, മാഗിയുടെ മദറിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹം വരികയാണ് അദ്ദേഹത്തിന്, ഗുപ്തക്ക്. I wished to see how the poor lived in this country, to know what they think. അപ്പോൾ എനിക്ക് ഇങ്ങനെ പുവറായിട്ടുള്ള ഈ രാജ്യത്ത് എങ്ങനെ ഒരു പുവറായിട്ടുള്ള ആളുകൾ ജീവിക്കുന്നു എന്ന് കാണാൻ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ അവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതും അറിയാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ ഗുപ്ത മനസ്സിൽ ചിന്തിക്കുകയാണ്. വിൽ യു ഇൻട്രൊഡ്യൂസ് മീ ടു യുവർ മദർ സംടൈംസ്? ഗുപ്ത മാഗിയോട് ചോദിക്കുകയാണ്, എപ്പോഴെങ്കിലും നിനക്ക് നിൻ്റെ അമ്മനെ എന്നെ കാണിച്ചു തരാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഗുപ്ത അങ്ങോട്ട് ചോദ്യങ്ങൾ വെക്കുകയാണ് കേട്ടോ. മാഗി ഇങ്ങോട്ട് പറയുന്നില്ലല്ലോ വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗുപ്ത അങ്ങനെ ഒരു ചാൻസ് കൊടുക്കണം മാഗിക്ക്. വുഡ് യു ലൈക്ക് മീ ടു അക്കമ്പനി യു ഹോം? നിനക്ക് എന്നെ നിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടോ, നിൻ്റെ കൂടെ കൊണ്ടുപോകാൻ താല്പര്യമുണ്ടോ എന്ന് ഗുപ്ത ചോദിക്കുകയാണ്. ഐ ക്യാൻ ഗോ സം ഡേ, എനിക്കൊരു ദിവസം വരാൻ കഴിയും എന്നുള്ള രീതിയിൽ ഗുപ്ത പറയാണ്. ഗേൾസ് ഐസ് ബ്രിംഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നന്ദി കൊണ്ട് അവളുടെ കണ്ണ് ബ്രീംഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് നിറഞ്ഞു, അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒരു നന്ദി കൊണ്ട്. താങ്ക് യു എവർ സോ മച്ച് ഷീ സെഡ്. അവൾ താങ്ക് യു പറയാണ്. ഇറ്റ് ഈസ് സോ കൈൻഡ് ഓഫ് യു, ക്യാൻ യു കം നൗ? അവൾ കൈൻഡായിട്ട് പറയാണ്, ക്യാൻ യു കം നൗ, നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുമോ? അപ്പോൾ ഗുപ്ത പറയാണ്, വിത്ത് പ്ലഷർ. ഓക്കെ, ഇറ്റ് വിൽ നോട്ട് ഇൻ്റർഫിയർ വിത്ത് എനിത്തിങ് എൽസ് യു ഹാവ് ടു ഡു. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇതൊരു ബുദ്ധിമുട്ടാവൂ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. ഇത് നോട്ട് ഇൻ്റർഫിയർ വിത്ത് എനിത്തിങ് എൽസ് യു ഹാവ് ടു ഡു, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ വേറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ഒരു വ്യക്തിക്ക്, അത് അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിനൊരു ബുദ്ധിമുട്ടാവില്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. നോ നോട്ട് അറ്റ് ആൾ. അപ്പോൾ ഗുപ്ത പറയാം, നോ അങ്ങനെയൊന്നുമില്ല. ദിസ് ആഫ്റ്റർനൂൺ ഈസ് എൻറ്റയർലി മൈ ഓൺ. ഈ ആഫ്റ്റർനൂൺ എന്ന് പറയുന്നത് ഞാൻ ഫുൾ ഫ്രീ ആണെന്നുള്ള രീതിയിൽ പറയാണ് കേട്ടോ. ദ ഗേൾ വാസ് ഡിലൈറ്റഡ്. വി ഫിനിഷ്ഡ് അവർ ലഞ്ച് ആൻഡ് ഗോട്ട് അപ്പ് ടുഗെദർ. ആ പെൺകുട്ടി ഭയങ്കര സന്തോഷവതിയായിരുന്നു, ഭയങ്കര ഡിലൈറ്റഡ് ആയിരുന്നു, സന്തോഷത്തോടുള്ള ഫേസായി അവളുടെ. വി ഫിനിഷ്ഡ് അവർ ലഞ്ച് ആൻഡ് ഗോട്ട് അപ്പ് ടുഗെദർ. ഞങ്ങളുടെ ലഞ്ച് ഫിനിഷ് ചെയ്തിട്ട് ഒപ്പം എണീറ്റു. ആസ് വി വർക്ക്ഡ് ഐ ആസ്ക്ഡ് ഹർ, മേ ഐ നോ യുവർ നെയിം? അപ്പോൾ ഗുപ്ത മാഗിയുടെ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവളോട് ചോദിക്കുകയാണ്, മേ ഐ നോ യുവർ നെയിം? നിൻ്റെ പേര് പറയാമോ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. മൈ നെയിം ഈസ് ആലിസ് മാർഗ്രറ്റ് ക്ലിഫോർഡ്. അപ്പോൾ മാഗിയുടെ ഫുൾ നെയിം ആലിസ് മാർഗ്രറ്റ് ക്ലിഫോർഡ് എന്നാണ്. വുഡ് യു മൈൻഡ് വാക്കിംഗ് ഷീ ആസ്ക്ഡ്. അപ്പോൾ മാഗി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നടക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നോട്ട് അറ്റ് ഓൾ ഐ ആൻസേർഡ്, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ഫോർ യു. നിനക്കതിലൊരു ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടില്ല എന്നുള്ള രീതിയിൽ ഗുപ്ത മറുപടി പറയാണ് കേട്ടോ. നോ ഐ വോക്ക് ഹോം എവറി ഡേ. അപ്പോൾ മാഗി പറയാണ്, ഞാൻ എന്നും വീട്ടിലോട്ട് നടന്നാണ് പോകുന്നത്. ഐ ആസ്ക് ദ ഗേൾ, ഡു യു കം ദിസ് വേ ഓഫൻ? അപ്പോൾ ഗുപ്ത മാഗിയോട് ചോദിക്കുകയാണ്, ഡു യു കം ദിസ് വേ ഓഫൻ? നീ എപ്പോഴും ഈ വഴിയാണോ വരാറ് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. യെസ് ഷീ ആൻസേർഡ്. അവൾ യെസ് എന്ന് പറയാണ്. ഐ വർക്ക്ഡ് ആസ് എ ടൈപ്പിസ്റ്റ് ഇൻ ദി സിവിൽ സർവീസ് സ്റ്റോർ. അപ്പോൾ അവൾ പറയുന്നത് എന്താ, ഞാനൊരു ടൈപ്പിസ്റ്റാണ്, സിവിൽ സർവീസ് സ്റ്റോറാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എന്ന് പറയാണ് കേട്ടോ. എവറി ആഫ്റ്റർനൂൺ ഐ കം ഹോം ദിസ് വേ. എല്ലാ വൈകുന്നേരങ്ങളിലും ഞാൻ ഈ വഴിയാണ് വരാറ്. ടുഡേ ഈസ് സാറ്റർഡേ സോ ഐ ആം ഓഫ് ഏർലി. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഞാൻ നേരത്തെ എൻ്റെ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ പറയണം കേട്ടോ. ഷെൽ ഐ കോൾ യു മിസ് ക്ലിഫോർഡ് ഓർ ആലീസ്? ഞാൻ നിന്നെ മിസ് ക്ലിഫോർഡെന്നോ അല്ലെങ്കിൽ ആലീസെന്നോ വിളിക്കട്ടെ എന്നുള്ളത് ഗുപ്ത ചോദിക്കുകയാണ്. അതൊക്കെ ലൈക്ക് വലിയ ആൾക്കാരെ വിളിക്കുന്ന പോലെയാണ് അവൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അവളെന്താ മറുപടി പറയുന്നത് നോക്കാം. ഐ എം നോട്ട് ഗ്രോൺ അപ്പ് എറ്റ്. ഞാൻ ഇതുവരെ ഒരു വലിയ ആളായിട്ടില്ല. യു മേ കോൾ മീ വാട്ട് യു ലൈക്ക്. നിങ്ങൾക്ക് എന്താണോ വിളിക്കാൻ തോന്നുന്നത് അത് വിളിക്കാം. ഐ എം യൂഷ്വലി കോൾഡ് മാഗി. ഷീ ലാഫ്റ്റ്. ഞാൻ അധികവും എന്നെ മാഗി എന്നാണ് എല്ലാവരും വിളിക്കാറ് എന്ന് പറഞ്ഞ് അവൾ ചിരിക്കുകയാണ് കേട്ടോ. ആർ യു വെരി ആൻഷ്യസ് ടു ഗ്രോ അപ്പ്? അപ്പോൾ ഗുപ്ത ചോദിക്കുകയാണ്,
വലിയ കുട്ടിയാവാൻ വേണ്ടിയിട്ട് നിനക്ക് ഭയങ്കര ഉത്കണ്ഠയുണ്ടോ അല്ലെങ്കിൽ ആകാംക്ഷയുണ്ടോ? വലിയ കുട്ടിയാണ് അല്ലെങ്കിൽ വലിയ ആളാവാൻ നിനക്ക് ഭയങ്കര ആകാംക്ഷയാണോ എന്ന് ചോദിക്കുകയാണ്. യെസ്. അപ്പോൾ അവൾ മറുപടി പറയാണ്, അതെ. ടെൽ മീ വൈ, എന്തുകൊണ്ട് എന്ന് പറയൂ എന്ന് ഗുപ്ത പറയാണ്. വെൻ ഐ ഗ്രോ അപ്പ് ഐ ഷാൽ ബി പെയ്ഡ് മോർ ഫോർ മൈ വർക്ക്, മൈ മദർ ഈസ് ഓൾഡ്. അപ്പോൾ എന്താണ് നമ്മളുടെ മാഗിയുടെ മറുപടി? ഞാൻ വലിയൊരാളായ എനിക്ക് ഞാൻ ചെയ്യുന്ന വർക്കിൽ കുറച്ചും കൂടി ഏർണിങ്സ് കിട്ടും, കുറച്ചും കൂടി പേയ്മെൻറ്റ് കിട്ടും എന്ന് പറയാണ്. മൈ മദർ ഈസ് ഓൾഡ്, എൻ്റെ അമ്മക്ക് ഇങ്ങനെ പ്രായം കൂടി വരികയാണ് എന്ന് പറയാണ് നമ്മളുടെ മാഗി. ഈസ് ദി വർക്ക് യു ഡു ടു യുവർ ലൈക്കിംഗ്, നീ ഇഷ്ടപ്പെട്ടുകൊണ്ടാണോ നീ വർക്ക് ചെയ്യുന്നത് എന്ന് ഗുപ്ത മാഗിനോട് ചോദിക്കുകയാണ്. നോ, ദ വർക്ക് ഈസ് വെരി മെക്കാനിക്കൽ. ഐ വോണ്ട് വർക്ക് ദാറ്റ് വിൽ മേക്ക് മീ യൂസ് മൈ ഹെഡ്, ബ്രെയിൻ വർക്ക് ലൈക്ക് ദി വർക്ക് ഓഫ് എ സെക്രട്ടറി. അപ്പോൾ എന്താ പറയുന്നത്? മാഗി പറയാണ്, ഇപ്പം ഞാൻ ചെയ്യുന്ന വർക്ക് ഒരു മെക്കാനിക്കൽ രീതിയിലാണ്, സെയിം ഡേ സെയിം വർക്ക് എന്നുള്ള രീതിയിലാണ്. എനിക്ക് അധികവും ആഗ്രഹം എങ്ങനെ വർക്ക് ചെയ്യാനാണ്, നമ്മളുടെ ബ്രെയിനും നമ്മളുടെ ബുദ്ധിയൊക്കെ യൂസ് ചെയ്ത് വർക്ക് ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ എനിക്കൊരു സെക്രട്ടറി ആവാനാണ് ആഗ്രഹം എന്നുള്ളത് മാഗി ഗുപ്തനോട് പറയാണ് കേട്ടോ. വി ക്രോസ്ഡ് ദ ബ്രിഡ്ജ് ആൻഡ് അറൈവ്ഡ് ഇൻ ലംബെത്ത്. ഇറ്റ് ഈസ് എ പുവർ നെയ്ബർഹുഡ്. അപ്പോൾ അവർ ഒരു പാലം കടന്നു കഴിഞ്ഞിട്ട് ലംബെത്ത് എന്നുള്ള ഒരു സ്ഥലത്തെത്താണ്, ലണ്ടനിലുള്ള ഒരു സ്ട്രീറ്റിലെത്താണ്. ഇറ്റ് ഈസ് എ പുവർ നെയ്ബർഹുഡ്, അതൊരു പുവർ ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ. ഇഫ് ഐ എവർ ബിക്കം എ സെക്രട്ടറി, മാഗി സെഡ്, ഐ ഷാൽ ടേക്ക് മദർ എവേ ഫ്രം ഹിയർ. ഞാൻ എപ്പോഴെങ്കിലും ഒരു സെക്രട്ടറി ആയി കഴിഞ്ഞാൽ എൻ്റെ അമ്മയെ ഞാൻ ഈ സ്ഥലത്ത് നിന്ന് വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോകും എന്ന് മാഗി ഗുപ്തനോട് ഇങ്ങനെ പറയണം കേട്ടോ. മാഗിയുടെ ആഗ്രഹങ്ങൾ പറയണം. ഡിഡ് യു ഫാദർ കോൾ യു മാഗി ഓർ മാക്സി? നിൻ്റെ അച്ഛൻ നിന്നെ മാഗി എന്നാണോ മാക്സി എന്നാണോ വിളിച്ചിരുന്നത് എന്ന് ഗുപ്ത ചോദിക്കുകയാണ് കേട്ടോ. വെൻ ഹി വാസ് വെരി അഫെക്ഷനേറ്റ് ഹി കോൾ മീ മാക്സി. ഹൗ ഡിഡ് യു നോ? ഭയങ്കര ഇഷ്ടം ഒക്കെ വരുമ്പോൾ അച്ഛൻ എന്നെ മാക്സി എന്നാണ് വിളിക്കാറ്, നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് മാഗി അദ്ദേഹത്തോട് ഗുപ്തരോട് ചോദിക്കുകയാണ് കേട്ടോ. എസ് ഐ ആൻസേർഡ് മിസ്റ്റീരിയസ്ലി. അപ്പോൾ അദ്ദേഹം ഗുപ്ത ഒരു മിസ്റ്റീരിയസ് ആയിട്ട് ഒരു രഹസ്യം പോലെ എസ് എന്നുള്ള മറുപടി കൊടുക്കുകയാണ്. നോർമലി മാഗി എന്നുള്ള ഒരു വ്യക്തിനെ മാക്സി എന്ന് വിളിക്കും എന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, ആ ഒരു രീതിയിലാണ് ഗുപ്ത ചോദിക്കുന്നത്. അപ്പോൾ ഇവൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഗുപ്ത ഒരു രസകരമായിട്ട് മറുപടി കൊടുക്കുകയാണ്. വി ആർ ഇന്ത്യൻസ് യു നോ. അപ്പോൾ എന്താ പറയുന്നത്? ഞങ്ങൾ ഇന്ത്യക്കാരാണ്, നിനക്കറിയോ? വി നോ അബൌട്ട് ദി ഫ്യൂച്ചർ ആൻഡ് ഓൾ കൈൻഡ് ഓഫ് മാജിക്. ഞങ്ങൾക്ക് പലതരത്തിലുള്ള മാജിക് അറിയാം, അതുപോലെ തന്നെ ഭാവിയിലെ കാര്യങ്ങൾ എന്താണ് എന്നുള്ള രീതിയിലൊക്കെ ഞങ്ങൾക്കറിയാം. ഭാവി പ്രവചിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്നുള്ള രീതിയിൽ ഗുപ്ത മാഗിക്ക് രസകരമായിട്ടൊരു മറുപടി കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് വാട്ട് ഐ ഹിയർഡ് ഷീ സെഡ്. അതാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്ന് മാഗി ഗുപ്തയോട് പറയാണ്. ഇൻഡീഡ് ഐ വാസ് സർപ്രൈസ്ഡ്. വാട്ട് ഹാവ് യു ഹിയർഡ്? അപ്പോൾ ഇൻഡീഡ് തീർച്ചയായും അങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ് ഒരു സർപ്രൈസ്ഡ് ആയിട്ട്. വാട്ട് ഹാവ് യു ഹിയർഡ്? നീ എന്താണ് കേട്ടിട്ടുള്ളത്? ഐ ഹാവ് ഹിയർഡ് ദാറ്റ് ദർ ആർ മെനി പീപ്പിൾ ഇൻ ഇന്ത്യ ഹൂ ഹാവ് അക്കൾട്ട് പവർ. അപ്പോൾ എന്താ പറയുന്നത്? ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ത്യയിൽ പല ആളുകൾക്കും അക്കൾട്ട് പവർ എന്ന് വെച്ചാൽ മാജിക്കൽ പവർ ഉണ്ട്, നിഗൂഢമായ ഒരു പവർ ഉണ്ട്, വിദ്യ ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയാണ്. ദേ ആർ കോൾഡ് യോഗീസ്. അവരെ വിളിക്കുന്നത് യോഗീസ് എന്നാണ്. ബട്ട് യു ആർ നോട്ട് എ യോഗി. പക്ഷെ നിങ്ങളൊരു യോഗി അല്ലല്ലോ. ഹൗ ഡു യു നോ ദാറ്റ് ഐ എം നോട്ട് എ യോഗി മാഗി? അപ്പോൾ ഗുപ്ത ചോദിക്കുകയാണ്, നിനക്ക് എങ്ങനെ അറിയാം ഞാനൊരു യോഗി അല്ല എന്ന് മാഗിനോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാഗിയുടെ മറുപടിയാണ്, യോഗീസ് ഡു നോട്ട് ഈറ്റ് മീറ്റ്. യോഗീസ് ഒരിക്കലും മീറ്റ് കഴിക്കില്ല. ഈസ് ദാറ്റ് വൈ യു ആസ്ക്ഡ് മീ ഇൻ ദി ബിഗിനിങ് വെദർ ഐ എം എ വെജിറ്റേറിയൻ ഓർ നോട്ട്? അപ്പോൾ ഗുപ്ത ചോദിക്കുകയാണ്, അതുകൊണ്ടാണോ നീ എന്നോട് ആദ്യം നിങ്ങളൊരു വെജിറ്റേറിയൻ ആണോ അല്ലയോ എന്ന് ചോദിച്ചത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടായിരുന്നു നമ്മളുടെ മാഗി അദ്ദേഹത്തോട് നിങ്ങളൊരു വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിച്ചതും. അപ്പോൾ ഗുപ്ത അല്ല എന്ന് മറുപടി പറഞ്ഞപ്പോൾ മാഗിക്കൊരു സാഡ്നെസ് ഫീൽ ചെയ്തത് ഇതുകൊണ്ടായിരുന്നു കേട്ടോ. ഡിസപ്പോയിൻമെൻറ്റ് ഫീൽ ചെയ്തത് ഇതുകൊണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഒരു യോഗിയല്ല. അപ്പോൾ അവൾക്ക് യോഗ്യയാണെങ്കിൽ അവൾക്ക് അവളുടെ ഫ്യൂച്ചറൊക്കെ അറിയാലോ, അവളുടെ ബ്രദറിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാലോ എന്നുള്ള രീതിയിലാണ് അവൾ വെജിറ്റേറിയൻ ആണോ അല്ലേന്നൊക്കെ ഗുപ്തനോട് ചോദിച്ചിരുന്നത്. അപ്പോൾ അതെല്ലാം കേട്ടപ്പോഴാണ് അവൾക്ക് വിഷമമായത്. ഓക്കെ, ഷീ സ്മൈൽഡ് വിത്തൗട്ട് ആൻസർ. അപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് ഒരു ഉത്തരമില്ലാത്ത രീതിയിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതാണ് അതിൻ്റെ കറക്റ്റ് എന്നുള്ള രീതിയിൽ. വി ഹാഡ് റിച്ച്ഡ് എ നാരോ ഡോർവേ. ഞങ്ങളങ്ങനെ പോയി, അവർ നടന്നു പോയി ഒരു ഇടുങ്ങിയൊരു ഡോർവേലിൻ്റെ അവിടെ എത്തുകയാണ്, ഒരു ഡോറിൻ്റെ അവിടെ എത്തുകയാണ്. മാഗി ടുക്ക് എ തിൻ ലാച്ച് കീ ഔട്ട് ഓഫ് ഹെർ പോക്കറ്റ് ആൻഡ് ഓപ്പൺ ദി ഡോർ. ഒരു ചെറിയ ലാച്ച് കീ എന്ന് വെച്ചാൽ പൂട്ട്. ഓക്കെ, പൂട്ടിൻ്റെ താക്കോൽ. ഓക്കെ, ആ പൂട്ടിൻ്റെ താക്കോൽ അവൾ അവളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ആൻഡ് ഓപ്പൺ ദി ഡോർ, ആ ഡോർ തുറന്നു. ഷീ എൻറ്റേർഡ് ആൻഡ് സെഡ് പ്ലീസ് കം ഇൻ. അവൾ ഉള്ളിലോട്ട് കയറിയിട്ട് അദ്ദേഹത്തോട് ഗുപ്തയോട് പറയാണ്, പ്ലീസ് കം ഇൻ, ഉള്ളിലോട്ട് വരുമെന്ന്. വെൻ ഐ വാസ് ഇൻസൈഡ് മാഗി ക്ലോസ് ദി ഡോർ. ഞാൻ ഉള്ളിലോട്ട് കയറിയതിന് ശേഷം ആ ഡോറ്
ക്ലോസ് ചെയ്തു. ഷീ വെൻറ്റ് ടു ദി ഫുട്ട് ഓഫ് ദി സ്റ്റെയേഴ്സ് ആൻഡ് റേസ്ഡ് ഹെർ വോയിസ് എ ലിറ്റിൽ കോൾഡ് മദർ വേർ ആർ യു. അപ്പോൾ അവളുടെ സ്റ്റെയറിൻ്റെ അവിടേക്ക് പോയിട്ട് ഒരു ചെറിയ ശബ്ദത്തിൽ അവൾ അമ്മയെ വിളിക്കുകയാണ്. വേർ ആർ യു, നിങ്ങൾ എവിടെയാണെന്ന് അമ്മേനോട് വിളിച്ച് ചോദിക്കുകയാണ്. ഐ ആം ഇൻ ദി കിച്ചൺ ചൈൽഡ്, ദ ആൻസർ കെയിം ഫ്രം ബിലോ. അപ്പോൾ താഴെ നിന്നാണ് മറുപടി വരുന്നത്. ഐ ആം ഇൻ ദി കിച്ചൺ, ഞാൻ കിച്ചണിലാണെന്ന് മറുപടി വരികയാണ്. കം ഡൗൺ എന്ന് അമ്മ അവളെ വിളിക്കുകയാണ്, താഴേക്ക് വാന്ന്. It is necessary to explain here that London street are above ground. Kitchens are often below street level. അപ്പോൾ ഇവിടെ നമ്മളുടെ നെറേറ്റർ, സ്റ്റോറി ടെല്ലർ നമ്മളോട് പറയാണ്, ഇത് ഭയങ്കര അത്യാവശ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ്. ഹിയർ ദി ലണ്ടൻ സ്ട്രീറ്റ്സ് ആർ എബോവ് ഗ്രൗണ്ട്, കിച്ചൺസ് ആർ ഓഫൻ ബിലോ സ്ട്രീറ്റ് ലെവൽ. അപ്പോൾ ലണ്ടനിൽ നോർമലി ഗ്രൗണ്ടിൻ്റെ മേലെയാണ് സ്ട്രീറ്റ് വരിക, കിച്ചൺസൊക്കെ അധികവും താഴെ സ്ട്രീറ്റ് ലെവലിൻ്റെ താഴെയായിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റെയർ ഇറങ്ങിയിട്ട് വേണം കിച്ചണിലോട്ട്, അധികവും വീടുകളുടെ കിച്ചണിലോട്ട് പോകാൻ എന്നുള്ള രീതിയിലാണ് നെറേറ്റർ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന്. മേഗി ലുക്ക്ഡ് അറ്റ് മീ ക്വസ്റ്റ്യനിങ്ലി, ഡു യു മൈൻഡ്. അപ്പോൾ നിങ്ങൾക്ക് അടിയിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള രീതിയിൽ മാഗി എന്നെ നോക്കിയിട്ട് ചോദിക്കുകയാണ് കേട്ടോ. നോട്ട് ഇൻ ദി ലീസ്റ്റ്, കമോൺ ഐ സെഡ്. ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ള രീതിയിൽ ഗുപ്ത മറുപടി കൊടുത്തിട്ട് കമോൺ വരൂ എന്നുള്ള പറയാണ്. ടുഗെദർ വി ഡിസെൻറ്റഡ് ദ സ്റ്റെയർസ് ടു ദി കിച്ചൺ. അപ്പോൾ ഒപ്പം അവർ പടിയിറങ്ങി താഴോട്ട് പോവാണ്, കിച്ചൻ്റെ അവിടെയോട്ട് പോവാണ് കേട്ടോ. താഴോട്ട് പോകണമെന്നാണ് ഡിസെൻറ്റഡ് എന്ന് പറയുന്നത്. മദർ സെഡ് മാഗി ഫ്രം ദി ഡോർവേ. അപ്പോൾ ആ ഡോറിൻ്റെ അവിടെ നിന്ന് അവളുടെ അമ്മേനെ വിളിക്കുകയാണ്. ആൻ ഇന്ത്യൻ ജെൻറ്റിൽമാൻ ഹാസ് കം ടു സീ യു. ഒരു ഇന്ത്യക്കാരൻ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറയാണ്. വെർ ഈസ് ഹീ, ദ ഓൾഡ് വുമൻ ആസ്ക്ഡ് ഈഗർലി. അപ്പോൾ ആ ഓൾഡ് വുമൻ ഈഗറായിട്ട് ഭയങ്കര ആകാംക്ഷയോട് ചോദിക്കുകയാണ്, എവിടെ അയാൾ. വിത്ത് എ സ്മൈൽ ഐ സ്റ്റെപ്ഡ് ഇൻ ടു ദി കിച്ചൺ ബിഹൈൻഡ് മാഗി. മാഗിൻ്റെ പിന്നിൽ നിന്ന് ഞാൻ ആ കിച്ചണിലോട്ട് സ്റ്റെപ്പ് ചെയ്തു, ഒരു സ്മൈൽ, ഒരു ചിരിയോടുകൂടി. ഷീ ഇൻട്രൊഡ്യൂസ്ഡ് അസ്. അവൾ ഞങ്ങൾ പരിചയപ്പെടുത്തി. ദിസ് ഇസ് മിസ്റ്റർ ഗുപ്ത മദർ, ഷീ സെഡ്. മിസ്റ്റർ ഗുപ്ത മൈ മദർ. അപ്പോൾ അവളെന്താ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, മാഗി എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇതാണ് ഗുപ്ത എന്ന് പറഞ്ഞ് മദറിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഗുപ്തക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഇദ്ദേഹമാണ് എൻ്റെ അമ്മ എന്നുള്ള രീതിയിൽ ഗുപ്തക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഹൗ ഡു യു ഡു, ഐ സെഡ് ആൻഡ് ഹെൽഡ് ഔട്ട് മൈ ഹാൻഡ്. അപ്പോൾ ഗുപ്ത ഹൗ ഡു യു ഡു, നിങ്ങൾക്ക് സുഖമാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്, ആദ്യമായിട്ട് കാണില്ല. അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ട് ഹെൽഡ് ഔട്ട് മൈ ഹാൻഡ്, ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൈ കൊടുക്കുകയാണ്. എക്സ്ക്യൂസ് മീ മൈ ഹാൻഡ്, ഷീ സെഡ് ഹോൾഡിങ് ദെം ഔട്ട് ഫോർ മീ ടു സീ. അപ്പോൾ അവർ കൈ നീട്ടിയിട്ട് പറയുകയാണ് എക്സ്ക്യൂസ് മീ, കാരണം അവരുടെ കയ്യിൽ പൊടിയുണ്ട്, ഫ്ലോർ ഉണ്ട്, അതുകൊണ്ടാണ് അവർ കൈ കാണിച്ചു കൊടുക്കുകയാണ്. ദേ വർ കവേർഡ് വിത്ത് ഫ്ലോർ. അവർ മൈദയിൽ കവേർഡ് ആയിരുന്നു അവരുടെ കൈ. ടുഡേ ഈസ് സാറ്റർഡേ, ഷീ എക്സ്പ്ലെയിൻഡ്. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ന് സാറ്റർഡേ ആണ്. ഐ ആം മേക്കിംഗ് കേക്ക്സ്, ഞാൻ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പീപ്പിൾ വിൽ കം ടു ബൈ ദം ദിസ് ഈവനിങ്. ഇന്ന് ഈവനിങ്ങിൽ ജനങ്ങൾ ഇത് മേടിക്കാൻ വരും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ദേ വിൽ ബി സോൾഡ് ഓൺ ദി സ്ട്രീറ്റ് ടു നൈറ്റ്. ഇന്ന് രാത്രി ഇതൊക്കെ സ്ട്രീറ്റിൽ വിറ്റയക്കപ്പെടും. ദിസ് ഈസ് ദി വേ വി മേക്ക് അവർ ലിവിങ്, ലോട്ട്സ് ഓഫ് ട്രബിൾ. അപ്പോൾ എന്താ പറയുന്നത്, ഇങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ നമ്മളുടെ മാഗിയുടെ അമ്മ ഗുപ്തക്ക്. സാറ്റർഡേ നൈറ്റ് ഈസ് എ ടൈം ഓഫ് ഫെസ്റ്റിവിറ്റി ഇൻ പുവർ നെബർഹുഡ്സ്. ഈ പുവർ ആയിട്ടുള്ള നെബർഹുഡ്സിലൊക്കെ ഈ സാറ്റർഡേ നൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷകരമായിട്ടുള്ള ദിവസമാണ് കേട്ടോ. ആൾ സോർട്ട് ഓഫ് തിങ്സ് ആർ സോൾഡ് ഫ്രം കൗണ്ട്ലെസ് ലൈറ്റ് ആൻഡ് പുഷ് കാർട്സ്. എല്ലാ തരത്തിലുള്ള സാധനങ്ങളും വിൽക്കുന്ന ഒരു ദിവസമാണ് ഈ സാറ്റർഡേ എന്ന് പറയുന്നത്. ഫ്രം കൗണ്ട്ലെസ് ലൈറ്റ് ആൻഡ് പുഷ് കാർട്സ്. കൗണ്ട്ലെസ് എന്ന് വെച്ചാൽ കുറേ ഉള്ളതിനാണ് കൗണ്ട്ലെസ് എന്ന് പറയുന്നത്. ലൈറ്റ് ആൻഡ് പുഷ് കാർട്ട്, ലൈറ്റൊക്കെ കത്തിച്ചിട്ടുള്ള ഉന്തിക്കൊണ്ടുപോകുന്ന വണ്ടികളുണ്ടല്ലോ, അതിലായിരിക്കും ഇവർ ഈ സാധനങ്ങളൊക്കെ വിറ്റഴിക്കാൻ പോവാറ് കേട്ടോ. ദ സ്ട്രീറ്റ്സ് ആർ മോർ ക്രൗഡഡ് ദാൻ ഓൺ എനി അതർ ഡേ. വേറൊരു ദിവസത്തേക്കാളും സാറ്റർഡേ എന്ന് പറയുന്നത് സ്ട്രീറ്റൊക്കെ ഭയങ്കര തിരക്കുള്ള ദിവസമാണ്. Saturday is the day the poor are able to spend a little for they receive their weekly wage. Saturday എന്ന് പറയുന്നത് ഈ പുവർ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ അവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നൊരു ദിവസമാണ്. അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മേടിക്കാനോ അങ്ങനെയൊക്കെ കിട്ടുന്നൊരു ദിവസമാണ്. ഫോർ ദേ റിസീവ് ദെയർ വീക്ക്ലി വേജ്. കാരണം ഈ സാറ്റർഡേയിലാണ് അവർ ഏൺ ചെയ്യുന്നത്, അവർക്ക് ക്യാഷ് വരുന്നത് സാറ്റർഡേയിലാണ്. സോ നമ്മളുടെ ദ പ്രൈസ് ഓഫ് ദി ഫ്ലവർ എന്നുള്ള സ്റ്റോറിയുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ എൻഡ് ചെയ്യാണ്. സെക്കൻഡ് പാർട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്തിടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.